Hi students, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫ്രെയിം ബഫർ എന്താണ് എന്നതിനെക്കുറിച്ചും പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രെയിം ബഫേഴ്സ് ഉണ്ട്. അതിൽ മോണോക്രോമാറ്റിക് ഫ്രെയിം ബഫർ, ഗ്രേ സ്കെയിൽ ഫ്രെയിം ബഫർ, സിംഗിൾ കളർ ഓർ സിംപ്ലസ്റ്റ് കളർ ഫ്രെയിം ബഫർ, കോംപ്ലക്സ് കളർ ഫ്രെയിം ബഫർ, അങ്ങനെ 4 തരത്തിലുണ്ട് ഫ്രെയിം ബഫർ. അതിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മോണോക്രോമാറ്റിക് ഫ്രെയിം ബഫറും ഗ്രേ സ്കെയിൽ ഫ്രെയിം ബഫറും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിംപ്ലസ്റ്റ് കളർ ഫ്രെയിം ബഫറും കോംപ്ലക്സ് കളർ ഫ്രെയിം ബഫറുമാണ്. അപ്പോൾ കഴിഞ്ഞ മോണോക്രോമാറ്റിക്കിലും ഗ്രേ സ്കെയിലിലും മോണോക്രോമാറ്റിക്കിൽ ബ്ലാക്കും വൈറ്റും മാത്രമേ എന്ത് ചെയ്യും സ്ക്രീനിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഗ്രേ സ്കെയിലാവുന്ന സമയത്ത് ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും പല കോമ്പിനേഷൻസുള്ള പിക്ചേഴ്സ് നമുക്ക് സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും, ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കുന്നത് സിംപ്ലസ്റ്റ് കളർ RGB മോഡൽ. അപ്പോൾ സിംപ്ലസ്റ്റ് കളർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് 3 കളേഴ്സാണ് എടുക്കുക. ഒരു പിക്സൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള സ്ക്രീനാണ്. സ്ക്രീനാണ് മേഡപ്പ് ഓഫ് പിക്സൽസ് അല്ലേ, അതാണ് നമ്മുടെ ലോജിക്കൽ അസംഷൻ പിക്സൽസ്. അപ്പോൾ ഒരു പിക്സൽ എന്ന് പറയുന്നത് 3 ഡോട്ട് ഉണ്ടാവും, 3 ഡോട്ട്സ് കൂടുന്നതാണ് ഒരു പിക്സൽ. 3 കളർ ഡോട്ടാണ് ഉണ്ടാവുക. നമ്മളെ സ്ക്രീനിലുള്ള ഒരു പിക്സലിൻ്റെ അകത്ത് ഈ ഒരു സിംപ്ലസ്റ്റ് കളർ RGB മോഡലിൽ ഒരു പിക്സലിൻ്റെ അടുത്ത് 3 ഡോട്ട്സ് ഉണ്ടാവും, 3 കളർ ഡോട്ട്സ്. കളർ ഡോട്ട്സ് എന്തൊക്കെയാണ് ഉണ്ടാവുക? റെഡ് ഉണ്ടാവും, ഗ്രീൻ ഉണ്ടാവും, ബ്ലൂ ഉണ്ടാവും, ഫോസ്ഫറസ്. അപ്പോൾ 3 ഡോട്ട് ഉണ്ടാവും ഒരു പിക്സലിൻ്റെ അടുത്ത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിംപ്ലസ്റ്റ് കളർ മോഡൽ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 3 ബിറ്റ് ആവശ്യമായിട്ട് വേണ്ടി വരും അല്ലേ. 3 ബിറ്റ് ആവശ്യമായിട്ട് വേണ്ടി വരും. 3 ബിറ്റ് എന്ന് പറയുന്നത് എന്തിനൊക്കെ ആയിരിക്കും? ഓരോന്നിനും നമുക്ക് റെഡിനെ റെപ്രസെൻ്റ് ചെയ്യണം, ഗ്രീനിനെ റെപ്രസെൻ്റ് ചെയ്യണം, ബ്ലൂവിനെ റെപ്രസെൻ്റ് ചെയ്യണം. സോ 3 ബിറ്റ് നമ്മൾ യൂസ് ചെയ്യും ഒരു പിക്സലിനെ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ. 3 ബിറ്റ്, കാരണം ഒരു പിക്സലിൻ്റെ അകത്ത് 3 ഡോട്ട് ഉണ്ട്, 3 കളർ ഡോട്ട്സ് ആണ് ഈ സിംപ്ലസ്റ്റ് കളർ RGB മോഡൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പിക്സലിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് 3 ബിറ്റ് ആവശ്യമായത് കൊണ്ട് നമ്മൾ 3 ബിറ്റ് പ്ലാൻ ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. സോ 3 ബഫർ വേണം നമുക്ക്. ആ രീതിയാണ് 3 ബിറ്റ്സ് പ്ലെയിൻ ബഫർ വേണം. കളർ മോണിറ്റേഴ്സ് ആർ കോട്ടഡ് വിത്ത് 3 ഡോട്ട്സ് പെർ പിക്സൽ വിത്ത് റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ ഫോസ്ഫറസ്. Simplest color model is implemented with 3 bits plain frame buffer. 3 bits plain frame buffer ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത്, സിംപ്ലസ്റ്റ് കളർ RGB മോഡൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഈച്ച് ബിറ്റ് റെപ്രസെൻ്റ് എ സിംഗിൾ പ്രൈമറി കളർ. അപ്പോൾ അതിൻ്റെ അകത്ത് 3 ബിറ്റ്സിൻ്റെ അകത്ത് ഓരോ ബിറ്റും എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? നമ്മുടെ ഒരു സിംഗിൾ പ്രൈമറി കളർ. പ്രൈമറി കളറാണ് ഏതൊക്കെ? റെഡ്, ഗ്രീൻ, ബ്ലൂ എന്ന് പറയുന്നത് RGB. അപ്പോൾ ഓരോ ബിറ്റും റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ആ ഒറ്റൊരു പ്രൈമറി കളർ, സിംഗിൾ പ്രൈമറി കളറിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ n കളേഴ്സ് ആവശ്യമുള്ള സമയത്ത് നമ്പർ ഓഫ് കളേഴ്സ് 2n ആണെങ്കിൽ n എന്ന് പറയുമ്പോൾ അത്രയും ബിറ്റ്സ് വേണം നമുക്ക്, അത്രയും ബിറ്റ്സ് പ്ലെയിൻ ഫ്രെയിം ബഫർ വേണ്ടി വരും. ഈ ഒരു രീതിയിൽ നമ്മൾ n എന്ന് പറയുന്നത് എന്താണ്? 3 കളേഴ്സ് ആണ്, 3 ആണ്. സോ 2⁵, ദാറ്റ് ഈസ് 8 ഡിഫറെൻറ്റ് പോസിബിൾ കോമ്പിനേഷൻസ് ആണ് ഉണ്ടാവുക. റെഡിൻ്റെയും ഗ്രീനിൻ്റെയും ബ്ലൂവിൻ്റെയും 8 ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ആണ് ഉണ്ടാവുക. അതിൻ്റെ കളർ കോഡിങ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ്? റെഡ്, ഗ്രീൻ, ബ്ലൂ 3 ബിറ്റ്സ് ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ റെഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ബിറ്റും 0, ഗ്രീൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ബിറ്റും 0, ബ്ലൂവിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ബിറ്റും 0. അപ്പോൾ ഇത് 3 0 ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കളർ എന്താണ്? ബ്ലാക്ക് കളർ ആയിരിക്കും സ്ക്രീനിൽ കിട്ടുക. ഓക്കെ, ഇനി നെക്സ്റ്റ് റെഡിൻ്റെ ബിറ്റ് 1 ആണ്, ഗ്രീനിൻ്റെ ബിറ്റ് 0 ആണ്, ബ്ലൂയുടെ ബിറ്റ് 0 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന കളർ എന്തായിരിക്കും? റെഡ്. അവിടെ എന്ത് മാത്രമേ പ്രസൻ്റ് ആയിട്ടുള്ളൂ? റെഡ് മാത്രമേ പ്രസൻ്റ് ആയിട്ടുള്ളൂ, ബാക്കിയൊക്കെ എന്താണ്? 0 ആണ്. സോ റെഡ് കളർ. ഇനി ഗ്രീൻ കിട്ടണമെങ്കിൽ ഗ്രീൻ മാത്രമായിരിക്കും പ്രസൻറ്റ്, ബാക്കി രണ്ടും എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഗ്രീൻ ലഭിക്കും. ഇനി ബ്ലൂ ആണ് നമുക്ക് ലഭിക്കേണ്ടതെങ്കിൽ ബ്ലൂ എന്തായിരിക്കും? പ്രസൻ്റ് ആയിരിക്കും, ബാക്കി രണ്ടും 0 ആയിരിക്കും, ബ്ലൂ കിട്ടും.
ബ്ലൂ കളർ കിട്ടും. ഇനി നെക്സ്റ്റ് യെല്ലോ, നമുക്ക് ബ്ലൂ കിട്ടും. നെക്സ്റ്റ് യെല്ലോ കളറിൽ റെഡ് ബിറ്റും പ്രസന്റ് ആയിരിക്കും, ഗ്രീൻ ബിറ്റും. റെഡ് പ്ലസ് ഗ്രീൻ ആണ് എന്തെന്ന് യെല്ലോ. റെഡ് പ്ലസ് ഗ്രീൻ യെല്ലോ കിട്ടും നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കളറും കൂടെ ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാം, സിയാൻ, മജന്ത, വൈറ്റ്. അപ്പോൾ സിയാൻ നമുക്ക് കിട്ടണമെങ്കിൽ എന്തായിരിക്കണം, ഗ്രീൻ ബ്ലൂ, ഗ്രീനും ബ്ലൂവും പ്രസന്റ് ആയിരിക്കണം, റെഡ് ആബ്സെന്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിയാൻ കളർ കിട്ടും. ഇനി നെക്സ്റ്റ് റെഡും പ്രസന്റ് ബ്ലൂവും പ്രസന്റ് ആണെങ്കിൽ മജന്ത കളർ ലഭിക്കും. നെക്സ്റ്റ് ഓൾ ആർ പ്രസന്റ്, റെഡ് ബ്ലൂ ഗ്രീൻ എല്ലാം പ്രസന്റ് ആണ്, നമുക്ക് വൈറ്റ് കളർ. അങ്ങനെ ഇത്രയും കോമ്പിനേഷൻസ് ആണ് നമുക്ക് ലഭിക്കുക സിംപ്ലസ്റ്റ് കളർ RGB ഫ്രെയിം ബഫർ യൂസ് ചെയ്യുന്ന സമയത്ത്. ഇതിൻ്റെ പിക്ചോറൽ റെപ്രസെൻറ്റേഷൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദിസ് ഈസ് ദ ഫ്രെയിം ബഫർ. സ്ക്രീനെ പോലെ തന്നെ എന്തെങ്കിലും റോസ് ആൻഡ് കോളംസ് ആക്കിയിട്ട് വെച്ചിട്ടുള്ള ഒരു മെമ്മറിയാണ് അല്ലേ, കമ്പ്യൂട്ടർ മെമ്മറിയാണ് ഫ്രെയിം ബഫർ. 2 ഡയമെൻഷനിലാണ് അതിൻ്റെ സ്ട്രക്ചർ, റോസും ഉണ്ടാവും കോളംസും ഉണ്ടാവും. അപ്പോൾ 3 ബിറ്റ്സ് വേണ്ടത് കൊണ്ട് നമുക്ക് 3 ബിറ്റ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിംപ്ലസ്റ്റ് കളർ RGB ഫ്രെയിം ബഫറിൻ്റെ അകത്ത് നമ്മളിവിടെ കളേഴ്സ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത് സ്ക്രീനിൽ. അപ്പോൾ ഇവിടെ ഒരു ബിറ്റ്, ദിസ് ഇസ് വൺ, ഇവിടെ ഒരു പിക്സൽ ഉണ്ടെന്ന് വയ്ക്കുക. ആ ഒരു പിക്സൽ എന്ന് പറയുന്നത് എന്താണ്, 3 ഡോട്ട്സ് കൊണ്ടാണ് മേഡപ്പ് ചെയ്തിട്ടുണ്ട്. 3 ഡോട്ട്സ് ഒരു പിക്സൽ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 3 ബിറ്റ്സ് ആവശ്യമുണ്ട്. അപ്പം 3 ബിറ്റ് പ്ലെയിൻ എന്ന് പറയുന്നത് ഇതാണ്. 3 ബിറ്റ് പ്ലെയിൻ ഫ്രെയിം ബഫർ ആണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് അല്ലേ. 3 ബിറ്റ് ആണ് ആവശ്യമുള്ളത്. സോ 3 ബിറ്റ് പ്ലെയിൻ ഫ്രെയിം ബഫർ ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. 3 നിങ്ങൾക്ക് കാണാം, 1 then 2 പ്ലെയിൻ then 3 പ്ലെയിൻസ് ആർ യൂസ്ഡ്. അപ്പോൾ ഇവിടെയുള്ള ഓരോന്ന് സ്കാൻ ചെയ്യും അല്ലേ, നമ്മളെ റാസ്റ്റർ സ്കാൻ ആണ് ഇത്. ദിസ് ഇസ് ദ സ്ക്രീൻ ഇവിടെ എന്താ ഉപയോഗിച്ചത്, കാത്തോഡ് റേ ട്യൂബ്, ദാറ്റ് ഈസ് റാസ്റ്റർ സ്കാൻ ആണ് ഫോളോ ചെയ്യുന്നത്. റാസ്റ്റർ സ്കാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്കാൻ ചെയ്യുക, ടോപ്പിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് നമ്മൾ സ്കാൻ ചെയ്ത് റൈറ്റിലേക്ക് പോയി, പിന്നെ നെക്സ്റ്റ് ലൈൻ സ്കാൻ ചെയ്തു, അങ്ങനെ സ്കാൻ ചെയ്ത് നമ്മൾ ടോപ്പിൽ നിന്ന് ബോട്ടം റൈറ്റിൽ എത്തിപ്പെടുകയാണ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള ഏതെങ്കിലും പിക്സൽസ് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും പിക്സൽസിൻ്റെ ഇൻഫോർമേഷൻ ആണുള്ളെങ്കിൽ അത് എന്ത് ചെയ്യും, അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അതിൻ്റെ കളറിനൊക്കെ അനുസരിച്ച് അത് ഗ്ലോ ചെയ്യും നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ സ്കാൻ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മുടെ മെമ്മറിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, 1 by 1 ആയിട്ട് സ്കാൻ ചെയ്യും. സോ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഏതാണോ നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്, ദാറ്റ് ഈസ് 0. ഇവിടെ 0 ഉണ്ടെന്ന് വയ്ക്കുക, സപ്പോസ് അത് രജിസ്റ്ററിലേക്ക് റീഡ് ചെയ്യും. ഇവിടെ ഇപ്പോൾ 1 ഉണ്ടെന്ന് വയ്ക്കുക, അത് രജിസ്റ്ററിലേക്ക് റീഡ് ചെയ്യും. ഇത് 0 ഉണ്ടെന്ന് വയ്ക്കുക, അത് രജിസ്റ്ററിലേക്ക് റീഡ് ചെയ്യും. ദെൻ DAC, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ, അതിനെന്ത് ചെയ്യും, ഇപ്പോൾ ബ്ലൂ കളർ ഗൺസ് ഉണ്ട്, ഗ്രീൻ കളർ ഗൺ ഉണ്ട്, റെഡ് കളർ ഗൺ ഉണ്ട്. അപ്പോൾ അത് അതിൻ്റെതനുസരിച്ചിട്ട് ഇവിടുന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻസിനനുസരിച്ചിട്ട് അതെന്ത് ചെയ്യും, ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുകയും പിന്നെ ബ്ലൂ, അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബ്ലൂ ഡോട്ട് എന്ന് പറഞ്ഞാൽ ബ്ലൂ ഫോസ്ഫറസ് ആയിരിക്കും. ആ ബ്ലൂ ഫോസ്ഫറസ് പ്രസന്റ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, അവിടെ കളറ് ബ്ലൂ കളർ വരും. ഇവിടെ ഇപ്പം ബ്ലൂ ആബ്സെന്റ് ആണ്, ഗ്രീൻ മാത്രമേ പ്രസന്റ് ആയിട്ടുള്ളൂ. സോ ഇവിടെ ഗ്രീൻ ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം സ്ക്രീനിൽ, കാരണം അവിടെ 3 ഡോട്ട്സ് ഉണ്ടാവും. അപ്പോൾ ബ്ലൂ ഫോസ്ഫറസ് എന്തായിരിക്കും, ആബ്സെന്റ് ആണ്, റെഡ് ഫോസ്ഫറസും ആബ്സെന്റ് ആണ്. അവിടെ എന്ത് ചെയ്യുന്നില്ല, ഇലക്ട്രോൺ പോയിട്ട് ഹിറ്റ് ചെയ്യില്ല. പിന്നെ ഗ്രീൻ ഫോസ്ഫറസിൻ്റെ അടുത്ത് മാത്രമേ പോയിട്ട് ഇലക്ട്രോൺ ഗൺ ഉപയോഗിച്ചിട്ട് അത് ഹിറ്റ് ചെയ്യും. സോ ആ ഇലക്ട്രോൺ അവിടെ ഗ്രീൻ ഫോസ്ഫറസിൽ വന്ന് പഠിക്കുന്ന സമയത്ത് ആ ഗ്രീൻ മാത്രം ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും. ഗ്രീൻ കളർ മാത്രം നമ്മളെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതിപ്പോൾ 3ഉം പ്രസന്റ് ആണെങ്കിലോ വൈറ്റ് കളറാണ് നമ്മളെ കമ്പ്യൂട്ടറിൽ കാണാൻ പറ്റും അല്ലേ, നമ്മൾ നേരത്തെ കോമ്പിനേഷനിൽ കണ്ടു അല്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്തായിരിക്കും, ബ്ലൂ ഇലക്ട്രോൺ ഗണ്ണ് പോയിട്ട് ബ്ലൂ ഫോസ്ഫറസിൻ്റെ അകത്ത് ഹിറ്റ് ചെയ്യും. സോ ബ്ലൂ എന്ത് ചെയ്യും, ഗ്ലോ ചെയ്യും. പിന്നെ ഗ്രീൻ ഇലക്ട്രോൺ ഗണ്ണ് പോയിട്ട് ഗ്രീൻ ഫോസ്ഫറസിൽ ഹിറ്റ് ചെയ്യും. സോ ഗ്രീനും എന്ത് ചെയ്യും, ഗ്ലോ ചെയ്യും. പിന്നെ 3 പ്രസന്റ് ആണെങ്കിൽ റെഡ് ഇലക്ട്രോൺ ഗണ്ണെന്ന് വരുന്ന ഇലക്ട്രോൺസ് പോയിട്ട് റെഡ് ഫോസ്ഫറസിൽ ഹിറ്റ് ചെയ്യും. സോ റെഡും എന്ത് ചെയ്യും, ഗ്ലോ ചെയ്യും. അപ്പോൾ ഒരു പിക്സലിൻ്റെ അകത്ത് ഈ 3 കളേഴ്സും ഗ്ലോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താ റിസൾട്ട് കിട്ടുക, വൈറ്റ് കളറാണ് ലഭിക്കുക. ഓക്കെ,
ഇനി നെക്സ്റ്റ് കോംപ്ലക്സ് കളർ മോഡൽ. കോംപ്ലക്സ് കളർ മോഡൽ 8-bit പ്ലെയിൻ പെർ കളർ മോഡലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കുറച്ച് മുന്നേ കണ്ടത് നമ്മുടെ സിംപ്ലസ്റ്റ് കളർ മോഡലായിരുന്നു അല്ലേ. സിംപ്ലസ്റ്റ് കളർ മോഡലിൽ 3-bit പ്ലെയിൻ ഫ്രെയിം ബഫറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ എത്ര ഉപയോഗിക്കുന്നത്? 8-bit പ്ലെയിൻ ബഫറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 8-bit ഇപ്പോൾ റെഡിനെ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ 8-bit ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് റെഡ് കളറിൻ്റെ 8 ഡിഫറെൻറ്റ് വേരിയേഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ബ്ലൂവിൻ്റെ 8, ഗ്രീനിൻ്റെ 8. അപ്പോൾ റെഡ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെഡ് ഉണ്ടാവും, ബ്ലൂവിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടാവും, ഗ്രീനിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടാവും. 8 ടൈപ്സ്. പിന്നെ അതിൻ്റെ കോമ്പിനേഷനും വരും അല്ലേ. അപ്പോൾ ഒരുപാട് കളേഴ്സ് നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ കോംപ്ലക്സ് കളർ മോഡലിനെ ഫുൾ കളർ മോഡൽ എന്നും പറയാറുണ്ട്. ഫുൾ കളർ മോഡൽ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലെയിൻ ബഫർ ഉപയോഗിച്ചിട്ട് പ്ലെയിൻ ബഫറിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അത്രയും കളേഴ്സ് നമുക്ക് സ്ക്രീനിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇൻ കളർ മോണിറ്റേഴ്സ് വി ആർ യൂസിങ് 3 ഇലക്ട്രോൺ ഗൺസ്. 3 ഇലക്ട്രോൺ ഗൺസ് എന്ന് പറഞ്ഞാൽ റെഡിന്, ബ്ലൂവിന്, ഗ്രീനിന് 3 ഇലക്ട്രോൺ ഗൺസ് ടു പ്രൊഡ്യൂസ് ദ കളേഴ്സ്. നമ്മുടെ സിംഗിൾ പിക്സൽ ഈസ് കോട്ടഡ് വിത്ത് നമ്മുടെ സ്ക്രീനിലുള്ള ഒരു സിംഗിൾ പിക്സൽ ഉണ്ടല്ലോ, അത് കോട്ടഡ് വിത്ത് റെഡും ഉണ്ടാവും, ഗ്രീനും ഉണ്ടാവും, ബ്ലൂ ഡോട്ടും ഉണ്ടാവും, ബ്ലൂ ഡോട്ട് ഓഫ് ഫോസ്ഫറസ്. മോർ കോംപ്ലക്സ് കളർ കോഡിംഗ് ഈസ് ഓൾസോ പോസിബിൾ വിത്ത് ഫ്രെയിം ബഫർ അറേഞ്ച്മെന്റ്. ഫ്രെയിം ബഫർ അറേഞ്ച്മെന്റ് കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് മോർ കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ 8-bit പ്ലെയിൻ പെർ കളർ ഫ്രെയിം ബഫർ മോഡൽ. In frame buffer arrangement, we can use 8-bit plain per color frame buffer. അതിൽ ഇപ്പോൾ റെഡ് 8 bits ആയിരിക്കും. That is 2⁸. That means 8 ഡിഫറെൻറ്റ് കളേഴ്സ് അല്ല, 2⁸ ആണ്. 8 bits ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2⁸ എന്ന് പറയുന്ന സമയത്ത് 256 വേരിയൻസ് ഓഫ് റെഡ് കളറാണ് ഉണ്ടാകുന്നത്. 8 ഡിഫറെൻറ്റ് റെഡ് കളറല്ല ഉണ്ടാകുന്നത്. 2⁸ വേരിയൻസ് ഓഫ് റെഡ് കളറാണ് ഉണ്ടാകുന്നത്. 256 ഡിഫറെൻറ്റ് റെഡ് കളർ. റെഡിൽ തന്നെ ഒരുപാട് ഷെയ്ഡും കാര്യങ്ങളൊക്കെ വേണ്ടി 256. അതുപോലെ തന്നെ സെയിം ആസ് ഗ്രീനിനും ഉണ്ടാകുന്നുണ്ട്, സെയിം ആസ് ബ്ലൂവിനും. അപ്പോൾ 256 ദാറ്റ് ഈസ് 2⁸ all raised to 3 is equal to 2⁻24. അപ്പോൾ 2⁻24 എന്ന് പറഞ്ഞാൽ ഇത്രയും കളേഴ്സിൻ്റെ കോമ്പിനേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ക്രീനിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? ഫുൾ കളർ ഫ്രെയിം ബഫർ എന്ന് പറയുന്നത്. ഹ്യൂമൻ ഐ ക്യാൻ ഡിഫറൻഷിയേറ്റ് അപ് ടു ഇത്രയും കളേഴ്സ് മാത്രം. ഇത് എത്രയാണ്? 70 lakh കളേഴ്സ് ആണ് നമ്മുടെ ഹ്യൂമൻ ഐക്ക് കാണാൻ പറ്റും. ഓക്കെ, 24-bit plain frame buffer can generate this much colors. അപ്പം നമ്മുടെ ഹ്യൂമൻ ബീങ്ങിന് 70 lakhs കളേഴ്സ് കോമ്പിനേഷൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള കഴിവേ ഉള്ളൂ. പക്ഷെ അതിൽ കൂടുതൽ 24 bits പ്ലെയിനിന് നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇനി ഈ ഒരു പിക്ചർ നമ്മുടെ കോംപ്ലക്സ് കളർ ഫ്രെയിം ബഫറിൻ്റെയാണ്. കോംപ്ലക്സ് കളർ ഫ്രെയിം ബഫറിൻ്റെ പിക്ചറാണിത്. ഇതിൽ നമ്മളിപ്പം ഇവിടെ 8, ഞാനിവിടെ ഇങ്ങനത്തെ ഫ്രെയിം ബഫർ എത്ര ഉണ്ടായിരിക്കണം? 8 ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ 8 ബിറ്റുള്ള രജിസ്റ്റർ. അപ്പോൾ ഇവിടെയും എന്തുണ്ടായിരിക്കണം? 8 ഉണ്ടാവും. ഞാനിവിടെ 2 മാത്രമേ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളൂ. ബട്ട് ഇവിടെ എത്ര ഉണ്ടാവും? 8 ഉണ്ടാവും. പിന്നെ ഇവിടെ 8 ഉണ്ടാവും, ഇവിടെ 8 ഉണ്ടാവും. 3 കളേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഈ ഒരു സെറ്റ് റെഡ് കളറിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഈ ഒരു സെറ്റ് ബ്ലൂ കളറിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഈ ഒരു സെറ്റ് ഗ്രീൻ കളറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് വിചാരിക്കുക സപ്പോസ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എത്ര വരും?
8 ഡിഫറെൻറ്റ് ഫ്രെയിം ബഫർ പ്ലെയിൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കളർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ബ്ലൂ ആണ്. ഈ ഒരു ഫ്രെയിം ബഫർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഗ്രീനെയാണ്. ഈ ഒരു ഫ്രെയിം ബഫർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് റെഡിനെയാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ കമ്പ്യൂട്ടർ സ്ക്രീനാണ് CRT. അപ്പോൾ അതിലിങ്ങനെ സ്കാൻ ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മുടെ മെമ്മറിയും എന്ത് ചെയ്യും, സ്കാൻ ചെയ്യും. അപ്പോൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് എവിടെയാണോ പ്രസൻ്റ് ആയിട്ടുള്ളത് അത് നമ്മളിവിടെ, അപ്പോൾ 1 ഇവിടെ പ്രസൻ്റ് ആണെങ്കിൽ ഇവിടെ 1 എഴുതും. അപ്പോൾ ബാക്കി എല്ലാത്തിലും എഴുതും. ഇപ്പോൾ 8 ബിറ്റ് ആണുള്ളത്. 1 2 3 4 5 6 7 8 ബിറ്റ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ആ 8 ബിറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെഡിനെ റെപ്രസെൻറ്റ്. അപ്പോൾ റെഡിൻ്റെ ഏതോ ഒരു വേരിയൻറ്റ് കളറാണിത്. റെഡിൻ്റെ അല്ല, ഇത് ബ്ലൂയുടെ. ഓക്കെ, ബ്ലൂ ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. സോ ബ്ലൂയുടെ. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നമ്മൾ ബിറ്റ് എന്ത് ചെയ്യുന്നത്, സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇപ്പം ബിറ്റ് പ്രസൻ്റ് ആണെങ്കിൽ ഇത് ലാസ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. പിന്നെ അടുത്ത ഫ്രെയിം ബഫർ ഇത് തൊട്ട് മുന്നേലുള്ള ആ പ്ലെയിന് ഈ ഒരു ബിറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. തൊട്ട് മുന്നേ ഉള്ളത് പ്ലെയിൻ. ഈ ഫസ്റ്റിലത്തെ ഒരു പ്ലെയിൻ ഇതാണ് അല്ലേ, അത് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു 0. അപ്പോൾ ഇത്രയും കളേഴ്സ് നമ്മുടെ ഗ്രീനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രീൻ്റെ ഏതോ ഒരു വേരിയേഷൻ കളറാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ഇവിടെ 8 ഉണ്ടാവുമല്ലോ, ഇവിടെ 8 നമ്പർ. അപ്പോൾ 8 നമ്പറിൻ്റെയും ഓരോ ഫ്രെയിമിലിടും. ഇത് ഫസ്റ്റ് ഫ്രണ്ട് ഫ്രെയിമിലുള്ള ആ ബിറ്റ് നമുക്ക് ഫസ്റ്റ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യും. സെക്കൻഡ് ഫ്രെയിമിലുള്ളത് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യും. തേർഡിലുള്ളത് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യും. ഫോർത്ത്, അങ്ങനെ 8ലുള്ളത്, 8 എന്ന് പറയുന്നത് ലാസ്റ്റ് 1, അത് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് റെഡിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിലുള്ള ഒരു പിക്സൽ എന്ന് പറയുന്നത് 3 ഡോട്ട്സ് ഉണ്ടാവും. റെഡ്, ഗ്രീന്, ബ്ലൂ, 3 ഡോട്ട്സിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. സോ ആ ബ്ലൂ വന്ന് പതിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗ്രീൻ വന്ന് പതിക്കുന്ന സമയത്ത് റെഡിൻ്റെ കോമ്പിനേഷൻ അതിൻ്റെ മുകളിൽ ആ ഫോസ്ഫറസിൻ്റെ മുകളിൽ വന്ന് പതിക്കുന്ന സമയത്ത് അതനുസരിച്ചുള്ള കളറ് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് കളേഴ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് കോംപ്ലക്സ് കളർ സിസ്റ്റത്തിൽ. ഓക്കെ.